ഇന്ന് നമ്മുടെ സിംഗപ്പൂരിലെ ക്രൂയിസ് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ ജെൻഡിങ് ഡ്രീം ക്രൂയിസ് എന്ന് പറഞ്ഞ സ്റ്റാർ ഡ്രീം ക്രൂയിസിൻ്റെ ഒരു ഷിപ്പിലാണ് ബോർഡ് ചെയ്യുന്നത്. ഒരു വൈകുന്നേരം 3 മണി 4 മണിയാകുമ്പോൾ ബോർഡിങ് തുടങ്ങും. രാത്രി 7 മണിയാകുമ്പോഴാണ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. പാസ്പോർട്ടൊക്കെ കാണിച്ച് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ചെക്ക് ഇൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്. നല്ല അടിപൊളി ഒരു ബാൽക്കണി റൂമാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ബാൽക്കണിയിൽ ഇങ്ങനെ ഇരുന്നാൽ ഫുള്ള് നമുക്ക് കാണാം. ഇപ്പോൾ സിംഗപ്പൂരിൽ ഇങ്ങനെ നിർത്തിയിട്ടൊക്കെയാണ്, ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബോർഡിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വ്യൂ ആണ്. ബാൽക്കണി റൂം എടുക്കാൻ ക്രൂയിസിലൊക്കെ പോകുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വളരെ നല്ലതാണ്. നല്ലൊരു ആംബിയൻസ് ആണ്. ബാൽക്കണിയിലിരുന്ന് ഫുള്ള് കടലും കാറ്റും ഒക്കെ കൊണ്ട് തന്നെ ഇരിക്കാം നമുക്ക് ഇൻറ്റീരിയർ റൂമിനേക്കാളും. 19 നിലകളുള്ള ഒരു ഷിപ്പാണ് കേട്ടോ ഇത്. അതിൻ്റെ 18th ഫ്ലോറിലാണ് സ്വിമ്മിംഗ് പൂളും പിന്നെ ഇങ്ങനെ കാഴ്ച കണ്ടിരിക്കാനുള്ള കുറേ സീറ്റിങ്സും ഒക്കെയുള്ള ഡെക്കാണ്. പിന്നെ ഒരു ചെറിയ വാട്ടർ തീം പാർക്ക് തന്നെ ഉണ്ട് ഇതിനകത്ത്. ഈ 19ാമത്തെ നിലയിലേക്ക് അവിടുന്ന് നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റും. സ്വിമ്മിംഗ് പൂൾ കണ്ടില്ലേ, കുറച്ച് ആഴമുള്ള ഒരു പൂളും പിന്നെ ആഴം കുറഞ്ഞിട്ടുള്ള കിഡ്സ് പൂളും ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ടൈപ്പ് വാട്ടർ സ്ലൈഡുകളുണ്ട്. ഇങ്ങനത്തെ കുറേ സിപ്പ് ലൈനും പിന്നെ കുറേ ഒബ്സ്റ്റക്കിൾ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒബ്സ്റ്റക്കിൾസിൻ്റെ ഇടയിൽ കൂടി നടക്കലും റോക്ക് ക്ലൈമ്പിംഗ് ഉണ്ട്. പിന്നെ ഒരുപാട് ടി ബോർഡുകളുണ്ട്. ഇങ്ങനെ 19ാമത്തെ നിലയ്ക്ക് ഫുള്ള് എൻ്റർടൈൻമെൻറ്റാണ്. 18ഉം 19ഉം ഫുള്ള് എൻ്റർടൈൻമെൻറ്റ് കോംപ്ലക്സ് ആണ് കേട്ടോ. ഇങ്ങനത്തെ റോക്ക് ക്ലൈമ്പിങ്ങും ഒക്കെ അവിടെ ചെയ്യാം. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ കണ്ടില്ലേ, ഒരുപാട് ടൈപ്പ് കേർഡ് ആയിട്ടുള്ളതും സ്ട്രെയിറ്റ് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വിധത്തിലുള്ള വാട്ടർ സ്ലൈഡുകളുണ്ട് കേട്ടോ. ഒരു മിനി വാട്ടർ തീം പാർക്ക് തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. ടി കളിക്കാനൊക്കെ ഇഷ്ടംപോലെ ടി ബോർഡുകളുണ്ട്. പിന്നെ ഗോൾഫ് കളിക്കേണ്ടവർക്ക് ഗോൾഫ് കളിക്കാം. അതുപോലെ തന്നെ നമ്മളെ ചെസ് ബോർഡുണ്ട്. അങ്ങനെ വലിയ ചെസ് ബോർഡ് കേട്ടോ. നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ കാണൂലേ ഇങ്ങനെ വലിയ നമ്മുടെ പകുതിക്ക് സൈസുള്ള ചെസ് ബോർഡൊക്കെ, അതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അങ്ങനെ കുറച്ച് നേരം ടിയും ചെസ്സും ഒക്കെ കളിച്ച് കുട്ടിയൊക്കെ ഫുള്ള് മാക്സിമം എൻജോയ് ചെയ്യട്ടെ. എല്ലാവർക്കും നല്ല റിലാക്സ്ഡ് ആയിട്ട് 2-3 ദിവസം ഫുള്ള് ഗ്രാൻഡ് ഫുഡൊക്കെ ആയിട്ട് കഴിയാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ ക്രൂയിസ്. നമ്മുടെ അവിടുത്തെ ക്രൂയിസൊന്നും ഇത്ര ഗ്രാൻഡായിരിക്കില്ല. സിംഗപ്പൂരിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ ഉള്ള ക്രൂയിസുകളാണ് ശരിക്കും ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളത്. ഇത് കണ്ടോ, 2 വാട്ടർ സ്ലൈഡുകൾ ഓപ്പൺ ചെയ്യുന്ന സ്ഥലമാണിത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ചെസ്സ് കളിച്ചു, ടി കളിച്ചു. അങ്ങനെ വൈകുന്നേരം തന്നെ കുറച്ച് അവിടുത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഷിപ്പൊക്കെ ഒന്ന് ഫുള്ള് കറങ്ങിക്കാണ്ട് ഡിന്നറിന് മുമ്പ് കാണാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് പിന്നെ കുറച്ച് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള സ്ലൈഡുകളും കുറച്ചൊക്കെ ചെറിയ ടൈപ്പ് സ്ലൈഡുകളൊക്കെയാണ്. ചെറിയ കുട്ടികളതാണെങ്കിലും നമ്മളൊക്കെ കയറിയിട്ടോ, വലിയവരെയൊക്കെ അവർ കയറ്റുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരുപാട് ജാക്കുസികളുണ്ട് കേട്ടോ. 6 ജാക്കുസി ഇങ്ങനെ എല്ലാ കോർണേഴ്സിലുമായിട്ട്. 18ാമത്തെ ഡെക്കിൽ നല്ല ഹോട്ട് വാട്ടറൊക്കെ ഫുള്ള് ഇങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ വരും. അതിലൊക്കെ എല്ലാവരും കുറേ നേരം കിടന്നു കേട്ടോ. 10-10:30 വരെ രാത്രി വരെ ഈ പൂളും ഇതൊക്കെ ഓപ്പണാണ്. റൂമുകൾ ഇങ്ങനെ പിന്നെ കുറേ ലെവലിൽ ഫുള്ള് റൂമുകളാണ്. ഇങ്ങനെ 2 സൈഡിലും റൂമുകളായിട്ട് ഇങ്ങനെ ഫുൾ കാർപ്പറ്റൊക്കെ വിരിച്ച് നല്ല നീറ്റാണ് കേട്ടോ. ഭയങ്കര നീറ്റും നല്ല ഒരു ആംബിയൻസുമാണ്. നമ്മളെ റൂം ഇങ്ങനെ ഒരു ബാൽക്കണി റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ക്വാഡ്രപ്പിൾ വേണമെങ്കിൽ ക്വാഡ്രപ്പിളും ട്രിപ്പിളോ ഡബിളോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാം. പിന്നെ ബാൽക്കണി ഉണ്ട്, നല്ലൊരു ബാത്റൂമുണ്ട്. വെള്ളമൊക്കെ വെള്ളം പിന്നെ സ്ലിപ്പേഴ്സും നമുക്ക് ബ്രഷും പേസ്റ്റും അങ്ങനെ എല്ലാ ആക്സസറീസും ടോയ്ലറ്റ് ആക്സസറീസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല കാഴ്ചയാണ്. ഇങ്ങനെ ഇരുട്ടാവാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ സൺസെറ്റിൻ്റെയൊക്കെ നേരം ആവാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നല്ല ഇങ്ങനെ കടലൊക്കെ ഇങ്ങനെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല തണുപ്പും നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ രാത്രി വരെ കുട്ടികൾ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ തിമിർക്കുമായിരുന്നു. 10:30 വരെ ഫുള്ള് ലൈറ്റഡായിട്ട് ആ പൂളും ആ 18th ഫ്ലോറിൻ്റെ ആ ഡെക്കും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഫുൾ ലൈറ്റഡായിട്ട് കണ്ടോ, 2 പുകക്കുഴലിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പുക പോകണതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അതിങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ഷിപ്പാണെന്നുള്ളൊരു ഫീല് വരുള്ളൂ. അല്ലെങ്കിൽ ശരിക്കും ഒട്ടും വൈബ്രേഷനോ ജേർക്കിങ്ങോ ഒന്നുമില്ല കേട്ടോ. ഒട്ടും ആർക്കും ഒരു നോസിയ മോഷൻ സിക്നസ് അങ്ങനെ ഒന്നും ഈ വലിയ ഷിപ്പാണെങ്കിൽ നമുക്ക് തോന്നില്ല. തോണിയിലൊന്നും പോകുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. ഒരു ഗ്രാൻഡ് ഡിന്നർ എന്ന് പറഞ്ഞാൽ അത്രയും ഗ്രാൻഡ് ഡിന്നറായിരുന്നു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെ ഫുഡും വേണമെങ്കിൽ ഇവിടെ കിട്ടും കേട്ടോ. ഇന്ത്യൻ, ചൈനീസ്, അങ്ങനെ ഒരുപാട് ഹോങ്കോങ്, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാൻഡ് എന്നൊക്കെ പറഞ്ഞ ഓരോ കൗണ്ടേഴ്സാണ്. നമ്മൾ ഫസ്റ്റ് കണ്ട കൗണ്ടറിൽ തന്നെ നല്ല ഒരു ചിക്കൻ വിത്ത് വെജി സൂപ്പ്, പിന്നെ റൈസ് ഉണ്ട്. ഇതൊരു മലേഷ്യൻ കൗണ്ടറാണ് കേട്ടോ. ഫിഷ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്. ഇതിൽ മലേഷ്യ എന്നാണ് ബോർഡ് വെച്ചിരുന്നത്. പിന്നെ ബീഫ് കണ്ടോ, ബീഫ് റെഡ് കറി, എന്തോ ഒരു കുറേ റെഡ് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ബീഫ് കറി ഉണ്ട്. പിന്നെ ഒരു എഗ് മസാലയൊക്കെ ഇട്ടൊരു എഗ് കറി, പിന്നെ ഒരു സ്ക്വിഡിൻ്റെ കറിയുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ്. ഏത് രാജ്യത്തെ ഫുഡ് വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. കുറേ വെജിറ്റബിൾസൊക്കെ ഇട്ടൊരു സാലഡ് ഉണ്ട്. പിന്നെ ഫിഷ് ഫ്രൈയും ഇതും സ്ക്വിഡിൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. ഏത് ഫുഡാണോ നമുക്കിഷ്ടം അതെടുത്ത് കഴിക്കാം. ഫിഷ് ഫ്രൈ കണ്ടോ, ഗ്രില്ല് ചെയ്ത പോലത്തെ ഒരു ഫിഷ് ഫ്രൈ, അതിൻ്റെ കൂടെ കൂട്ടാനുള്ളൊരു സോസും ഒക്കെ. ഇനി ബ്രെഡും സീരിയൽസും അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം, ബന്നൊക്കെയാണ് ഇഷ്ടമെങ്കിൽ അതുകൊണ്ട് കേട്ടോ. പിന്നെ എല്ലാ ടൈപ്പ് ജ്യൂസുകളും,
ഒരുപാട് വെറൈറ്റി ജ്യൂസുകൾ, ടീ, കോഫി അത് രാത്രിയും രാവിലെയും എല്ലാ സമയത്തും അവൈലബിൾ ആണ്. പിന്നെ കോഫിയും ജ്യൂസൊക്കെ എടുക്കാനുള്ള കപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഐസ്ക്രീമൊക്കെ നമുക്ക് സ്വന്തം ഇങ്ങനെ ഏത് ഫ്ലേവറാണ്, വാനിലയോ ചോക്ലേറ്റോ ഏതാ വേണ്ടെങ്കിൽ എടുത്ത് കഴിക്കാം. പിന്നെ ഒരു പുഡിങ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് പുഡിങ്. ഓരോരോ കൺട്രീസിൻ്റെയും ഡെസേർട്ട്സും വേറെ വേറെ ആയിട്ടുണ്ട് കേട്ടോ. കുറേ ജെല്ലികളും ഒരുപാട് ഫ്ലേവേർഡായിട്ടുള്ള കുറേ ടൈപ്പ് കേക്കുകൾ. ഭയങ്കര കിടിലൻ ഒരു ബുഫേ ആയിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ഒരു 3-4 ദിവസം ഇതങ്ങോട്ട് കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വെയിറ്റൊക്കെ, നമ്മളെ ഡയറ്റും വെയിറ്റും എല്ലാം കൺട്രോൾ വിടും. പ്രോൺസ് കണ്ടോ, പ്രോൺസ്, നഗ്ഗറ്റ്സ്, ഇത് തായ്ലാൻഡിൻ്റെ ആയിട്ടാണ്. അങ്ങനെ ഓരോ കൺട്രീസിനും ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള അവരുടെ മെനു. പിന്നെ ഫിഷൊക്കെ കുറേ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയ ഫിഷും, പിന്നെ പൊട്ടറ്റോയും വെജീസും ഇട്ട ബീഫ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറേ ഫിഷ് ബോൾസ്, പാസ്ത, അങ്ങനെ ഓരോ കൺട്രീസിൻ്റെയും ഡിഷസ് ഉണ്ട്. ഒരുപാട് ഏതെടുക്കണം എന്നുള്ള ഡൗട്ടായി പോകും നമുക്ക്. പിന്നെ നമ്മുടെ ഇന്ത്യൻ വെജ് ഉണ്ട് കേട്ടോ, റൈസും കുറേ വെജീസും, പിന്നെ അതാ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സാലഡ്സ് അത് ഇടയ്ക്കിടയ്ക്കുണ്ട്. പിന്നെ വേറെ ഒരു സൂപ്പുണ്ട്, ഇത് തായ്ലൻഡിൻ്റെ സൂപ്പാണ്. പിന്നെ അവരുടെ ചിക്കൻ ഉണ്ട്, ഇങ്ങനെ ഒരു നമ്മൾ ഇത് സ്റ്റീം ചെയ്ത പോലെ ഉള്ളൂ കാണുമ്പോൾ. വലിയ സോസൊന്നും ഒന്നും ഉണ്ടാവില്ല. തായ്ലൻഡുകാർക്ക് വലിയ സ്പൈസസ് ഒന്നും ഒട്ടും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ കുറേ ഹാം, അങ്ങനത്തെ കുറേ സാധനങ്ങളും, കുറേ ചെറിയ ടൊമാറ്റോസും സാലഡ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഫ്രൈഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും, കുട്ടികൾക്ക് എവിടെ ചെന്നാലും ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ. പിന്നെ ഒരുപാട് വേറെയും കുറേ ഡിഷസ് ഉണ്ട് കേട്ടോ. എല്ലാം കൂടി പറഞ്ഞാലും കഴിച്ചാലും തീരില്ല. എല്ലാതും കുറേശ്ശൊക്കെ ചില ഐറ്റംസൊക്കെ ഇഷ്ടം തോന്നിയതും അട്രാക്റ്റീവായി തോന്നിയതൊക്കെ കഴിച്ചു. നമ്മുടെ ഇന്ത്യൻ ദാൽ കറി ഉണ്ട്, ഗോബി മഞ്ചൂരിയൻ ഉണ്ട്. ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് വരുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ നമ്മളെ സോയാ ചങ്ക്സിൻ്റെ കറിയും ആലു പൊറാട്ടയും, പിന്നെ നമ്മൾ ചെറിയ മിനി പക്കവടയും ഒക്കെ ഉണ്ട്. പിന്നെ ഇറ്റാലിയൻ സെക്ഷനിൽ ഒരുപാട് വെറൈറ്റി പിസകളുണ്ട് കേട്ടോ. പിന്നെ ഹോങ്കോങ് റെഡ് സൂപ്പ്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ ഫുഡ്. ഡെസേർട്ട്സും കണ്ടോ, പല ടൈപ്പ് പുഡിങ്സ് ഉണ്ട്, കുറേ ടൈപ്പ് ജെല്ലികളും വേറെ കുറേ ഫ്ലേവറിലുള്ള കേക്കുകളൊക്കെയാണ് വേറൊരു സൈഡിൽ പോയപ്പോൾ കണ്ടത്. പിന്നെ 2 തരം പായസം, ഇത് കണ്ടോ, രാജ്മ കൊണ്ട് പായസം, അത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ നല്ല വൈറ്റ് ആയിട്ടുള്ള ഒരു കീറുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനും അതെ, ഒരു ലോകം തന്നെയാണ്. എങ്ങോട്ട് നോക്കിയാലും ഒരു ലോകം എന്ന് പറയുന്ന പോലെ. നമ്മൾ നല്ല ചില്ലി സോസും പൊക്കവടിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം കുറച്ച് വെജ് ഐറ്റംസ് ഒരു പ്ലേറ്റിലെടുത്തു. നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസൊക്കെയാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഫ്രൈഡ് റൈസും സോയാ ചങ്ക്സും പനീറും, പിന്നെ ആ ഒരു പയറിൻ്റെയൊക്കെ ഒരു കറിയും അതൊക്കെ എടുത്തു. കുറച്ച് അതില്ലാതെ ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. അവരുടെ ഇന്ത്യൻ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കിയ പക്ഷേ നല്ല കിഡിലൻ ഇന്ത്യൻ ഫുഡ് കേട്ടോ. എന്തായാലും ഇത് നല്ല ഇന്ത്യൻ ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ ഷെഫ് ഉണ്ടാക്കിയത് തന്നെയാണെന്ന് അറിയാം. അല്ലാതെ സിംഗപ്പൂരുകാർ ഉണ്ടാക്കിയ ഒരു ടേസ്റ്റ് അല്ല ഇതിന്. നല്ല ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൺട്രീസിൽ നിന്നുള്ള ഷെഫുമാരും ആ ഷിപ്പിനകത്ത് ഉണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നഗ്ഗറ്റ്സ് എടുത്തിട്ടുണ്ട്, ചിക്കൻ വിങ്സ്, ഫ്രൈഡ് ചിക്കൻ വിങ്സ് ഒക്കെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പാസ്ത, അങ്ങനെ കുറേ ഐറ്റംസ് എടുത്തു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തു. ഡെസേർട്ട്സൊക്കെ ഒരു ലോകം തന്നെയായിരുന്നു. ഒരുപാട് ഡെസേർട്ടൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഹെവി ആയിട്ട് തന്നെ അന്ന് ഡിന്നർ കഴിച്ച് പിന്നെ നമ്മൾ ഒന്ന് ഫുള്ള് ഷിപ്പ് കറങ്ങി കാണാൻ വേണ്ടി പോയി. ഇതാണ് അവിടുത്തെ കസിനോ ഏരിയ കേട്ടോ. ഫുള്ള് സീറ്റിങ്സും രാത്രിയായാൽ ഫുള്ളാണ്. ആളുകൾ ഫുള്ള് ഇങ്ങനെ ഗാംബ്ലിങ്ങും ഗെയിമിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതാണ് മെയിൻലി ഈ കസിനോസിലൊക്കെ ഉള്ള. ഈ ഷിപ്പുകളിലൊക്കെ ഒരുപാട് കസിനോസ് ഉണ്ടാവും. ഇതിലിങ്ങനെ കളിക്കുക, ഇവരുടെ ഇങ്ങനെ ഫുള്ള് കളിയാണ് ഈ ആൾക്കാരൊക്കെ. പിന്നെ ഇങ്ങനെ കറങ്ങുമ്പോൾ ഇങ്ങനെ കുറേ ഒരു മെർമെയ്ഡിൻ്റെ സ്റ്റാച്യു കണ്ടു. അങ്ങനെ കുറേ കറങ്ങി നടന്ന് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. എല്ലാ ഫ്ലോറും ഒന്ന് ചുറ്റി കറങ്ങി നടക്കാൻ തന്നെ ഒരു 1-2 മണിക്കൂർ പിടിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ സോഡിയാക് തിയേറ്ററൊക്കെ കണ്ടു കേട്ടോ. ഒരു നിലയിൽ ഇങ്ങനെ ഒരു തിയേറ്റർ ഉണ്ട്, വലിയൊരു തിയേറ്ററാണ്. അതിൽ ഓരോ ടൈമിങ്ങിലും ഓരോ ഷോസ് ഉണ്ടാവും. അതൊക്കെ കംപ്ലീറ്റ്ലി ഇങ്ങനെ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഓരോ ഫ്ലോറിലും ഇങ്ങനെ ഓരോരോ എവിടെയാണെന്നൊക്കെ ഉള്ളതൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ ചാർട്ടും മാപ്പും ഒക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സോഡിയാക് തിയേറ്റർ ഒന്ന് കാണാൻ വേണ്ടി കയറി കേട്ടോ. വലിയ തിയേറ്ററാണ്, നമ്മുടെ സാധാരണ മൂവി തിയേറ്ററൊക്കെ ഉണ്ടാകുന്ന പോലെ നല്ല ലൈറ്റ് സിസ്റ്റവും നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ ഉള്ള വലിയ ഒരുപാട് പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റിയ വലിയ തിയേറ്ററാണ് കേട്ടോ. അങ്ങനെ തിയേറ്ററിൻ്റെ ഷോ ടൈമിങ്സ് ഒക്കെ പുറത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി രാത്രി കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീറ്റപ്പോൾ മലാക്കയിലെത്തിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കുറേ ചെറിയ ബോട്ടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മലാക്ക പോർട്ടിലേക്ക്. ഓരോ അരമണിക്കൂർ ഇടവിട്ടും ഇങ്ങനെ ബോട്ടുകൾ പോകും കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴാണ് പോകേണ്ടതെന്ന് വെച്ചാൽ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ പോവാം. മലാക്കയിൽ പോയി ഒരു സിറ്റി ടൂറൊക്കെ ആക്കി കറങ്ങി തിരിച്ചു വരാം കേട്ടോ. ഓരോ ഹാഫ് ആൻ അവറിൽ അതുണ്ടാവും. നമ്മൾ മലേഷ്യയുടെ ഡിജിറ്റൽ അറൈവൽ കാർഡ് എടുക്കുക മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ മലേഷ്യ നമുക്ക് വിസ ഫ്രീ ആയതുകൊണ്ട് തന്നെ എംഡാക്ക് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ അറൈവൽ കാർഡ് ഫ്രീ ആണ്. നമുക്ക് ഓൺലൈൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലേഷ്യയിൽ ഇറങ്ങാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫുള്ള് മലേഷ്യയിൽ കൂടെ പോണ ബോട്ടുകളും ആ കടലും ഒക്കെ കണ്ടു. നമ്മൾ പോയതൊന്നുമില്ല കേട്ടോ മലാക്കയിലേക്ക്. ഷിപ്പ് തന്നെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. 2 ദിവസമല്ലേ ഉള്ളൂ, കംപ്ലീറ്റ്ലി ഷിപ്പ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു.
കണ്ടോ, നല്ലൊരു പള്ളിയൊക്കെ നമുക്കിങ്ങനെ ദൂരേന്ന് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ മലാക്ക നമ്മളിങ്ങനെ ഫുള്ള് ക്യാമറയിലൂടെ ഒന്ന് കണ്ടു. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. പോർട്ടലിങ്ങനെ നിർത്തിയിട്ടേക്കാണ്. ആ 7 മണിയോടുകൂടി മലാക്കയിലെത്തും. എന്നിട്ട് അവിടെ നിർത്തിയിടും. പിന്നെ വൈകുന്നേരം 6 മണിക്ക് മാത്രമേ ഈ ഷിപ്പ് തിരിച്ച് പുറപ്പെടുള്ളൂ സിംഗപ്പൂരിലേക്ക്. അതുവരെ വേണ്ടവർക്കൊക്കെ ഇറങ്ങാം, വേണ്ടാത്തവർക്ക് പോകണ്ട. നമ്മുടെ ചോയ്സ് അനുസരിച്ചിരിക്കും. ഫുഡൊക്കെ കംപ്ലീറ്റ്ലി ഷിപ്പിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ രാവിലെ ഒന്ന് ഡെക്കിലേക്കൊക്കെ മുകളിലേക്കൊക്കെ ഒന്ന് കയറി നോക്കിയപ്പോൾ തന്നെ കുട്ടികളൊക്കെ ഫുള്ള് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി കളികളൊക്കെ തുടങ്ങി. വാട്ടർ സ്ലൈഡ്സും ഒക്കെ ആയിട്ട് ആക്റ്റീവായി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. ഫുള്ള് സ്ലൈഡുകളിലൊക്കെ കയറാൻ വേണ്ടി എല്ലാവരും സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ല ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട്. കളിക്കേണ്ടവർക്കൊക്കെ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിൽ പോയി ബാസ്ക്കറ്റ് ബോൾ കളിക്കാം. അപ്പോൾ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ബാക്കി വിശേഷങ്ങളും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.